അവർക്ക് മായായുദ്ധങ്ങളൊക്കെ നല്ലോണം വശമുണ്ട്. പലതരത്തിലുള്ള മായായുദ്ധങ്ങളൊക്കെ അവർ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ വലിയ വലിയ ശക്തന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ തോൽപ്പിക്കുന്നതിനിടയിൽ അവിടെ പിന്നീട് നമുക്ക് കാണാം ഇന്ദ്രജിത്ത് യുദ്ധത്തിന് വരും. ഇന്ദ്രജിത്ത് ശ്രീരാമസ്വാമിയോടും ലക്ഷ്മണനോടും ഘോരമായി പൊരുതി മായ കൊണ്ട് ചതിപ്രയോഗം ചെയ്തു കളയും. നാഗാസ്ത്രത്തെ കൊണ്ട് രാമലക്ഷ്മണന്മാരെ ബന്ധിച്ചു കളയും. നാഗാസ്ത്രത്തിന് അടിമപ്പെട്ടു രാമലക്ഷ്മണന്മാര് രണ്ടുപേരും വീണു. ആ ഒരു സന്ദർഭത്തില് അവിടേക്ക് പ്രകടമാകുന്നു ഭഗവാന്റെ വാഹനമായിരിക്കുന്ന ഗരുഡൻ. 3 വട്ടം പ്രദക്ഷിണം വെച്ച് രണ്ടുപേരെയും മേലൊന്ന് ചുണ്ടുകൊണ്ട് സ്പർശിച്ച് വലിച്ചെടുത്ത് കളയും. അങ്ങനെ ഗരുഡൻ നാഗാസ്ത്ര ബന്ധനത്തിൽ നിന്നും രാമലക്ഷ്മണന്മാരെ മുക്തമാക്കും. ഗരുഡൻ എന്നാൽ 2 ചിറകുകളാണ്. നമുക്ക് വേണ്ടത് ജ്ഞാനവും ഭക്തിയും ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു പോവും. നമ്മളെ കെട്ടിയിരിക്കുന്ന നാഗാസ്ത്രമാണ് ദുഃഖത്തിന്റെയും ഭയത്തിന്റെയും അവശതയുടെയും ബന്ധനം എന്ന് പ്രിയേന. ഈ ബന്ധനത്തെ അഴിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണത്? ജ്ഞാനത്തോടെ ഈശ്വരനെ പ്രേമിക്കാൻ തുടങ്ങുക. എത്ര കണ്ട് നാം ജ്ഞാനത്തോടെ ഈശ്വരനെ പ്രേമിക്കാൻ തുടങ്ങുന്നുവോ അത്ര കണ്ട് നമുക്ക് ലൗകിക കാര്യങ്ങളിൽ നമുക്ക് മനസ്സിന് നല്ലവണ്ണം ഉൾക്കൊള്ളാനുള്ള കഴിവ് വരും. നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ബന്ധനത്തെ നമുക്ക് എടുത്തു കളയാൻ സാധിക്കുമെന്ന് ഈ ഗരുഡൻ നാഗാസ്ത്രം അഴിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. വേദങ്ങളിൽ ഗരുഡന് സ്ഥാനം കൊടുത്തിരിക്കുന്നത് വളരെ ചിന്തനീയമാണ്. വേദത്തിലൊക്കെ ഗരുഡനൊരു സ്ഥാനമുണ്ട്. 2 ചിറകുകളും ഒരു വാലും. പക്ഷിക്ക് അങ്ങനെയാണല്ലോ. ഈ 2 ചിറകുകൾ ഏതിന്റെയാണത്രേ? ഒന്ന് ജ്ഞാനത്തിന്റെ ചിറക്, രണ്ടൊന്ന് ഭക്തിയുടെ ചിറക്. ജ്ഞാനവും ഭക്തിയും ഉണ്ടെങ്കിൽ വൈരാഗ്യം പുറകിലുണ്ട് എന്ന് പറയാൻ. കൂടെ എപ്പോഴും വൈരാഗ്യം. ഇത് 3ഉം എവിടെയുണ്ടോ അവിടെ വിഷ്ണുവുമുണ്ട് എന്ന് പറയണം. അതുകൊണ്ടാണ് ഗരുഡവാഹനനായി വിഷ്ണുവിനെ സങ്കല്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് ഭാഗവതത്തിലെ 4ാം സ്കന്ധത്തിൽ കാണാം. ആരാണ് ഗരുഡൻ എന്നുള്ളത് വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒരു സ്ഥൂലമായ ഒരു കഥയായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷി, ആ പക്ഷിയുടെ പുറത്തൊരു കൃഷ്ണൻ ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ നമ്മളിങ്ങനെ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങളുടെയൊക്കെ പിന്നിൽ ആധ്യാത്മിക തത്വങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ഹിന്ദുമതത്തിന് പറ്റിയൊരു വീഴ്ച എന്താന്ന് വെച്ചാൽ പൂർവികന്മാര് വരച്ചു വെച്ച ചിത്രത്തിന്റെ തത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അനന്തശായിയെ കിടക്കുന്ന അനന്തപത്മനാഭനെ, പാമ്പിന്റെ മുകളിൽ കിടക്കുന്ന അനന്തപത്മനാഭനെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മൾ എന്ത് രൂപത്തിലാണ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പാമ്പിന്റെ മുകളിൽ ഒരാൾ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത്? 4 ദിവസം കിടന്നാൽ തന്നെ അസുഖം വരും. 365 ദിവസം ഒരാൾ കിടന്നിട്ടുണ്ടെങ്കിലോ അസുഖം വരില്ലേ? നമ്മുടെ ഭഗവാൻ അങ്ങനെ കിടക്കുന്ന ഒരാളാണെങ്കിൽ അതും വെള്ളത്തിലാ കിടപ്പ്. അപ്പൊ എന്തിനെങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയെ കാണിക്കേണ്ടത്. നാരായണൻ എന്നാൽ ആദിയും അന്തവുമില്ലാത്ത ജീവൻ, നാരത്തിൽ അയനം ചെയ്യുന്നവൻ. നാരം എന്ന് പറഞ്ഞാൽ വെള്ളം, പാലാഴി എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലിരിക്കുന്ന വെള്ളം. ജീവന് ഈ ശരീരത്തിൽ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം വേണം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടല്ലോ വെള്ളമില്ലെങ്കിൽ ജീവന് നിലനിൽക്കാൻ പറ്റില്ല. ശരീരം ഡ്രൈ ആയി കഴിഞ്ഞാൽ അപ്പം നമ്മൾ മരിച്ചു പോകും. ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ട, വെള്ളം എന്തായാലും വേണം. പാലാഴിയിൽ ശയിക്കുന്ന നാരായണൻ എന്നാൽ വെള്ളത്തിൽ കുടികൊള്ളുന്ന ജീവനെയാണ് കാണിച്ചിരിക്കുന്നത്. എനർജിയുടെ ചിത്രം എപ്പോഴും കോയിൽ രൂപത്തിലാണ്. അതുകൊണ്ടാണ് പാമ്പിനെ സങ്കല്പിച്ചിരിക്കുന്നത്. അവൻ കിടക്കുന്നത് ഒരു കോയിൽ രൂപത്തിലാണ്. മോട്ടോറുകളൊക്കെ വൈൻഡ് ചെയ്യുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ അന്നത്തെ കാലത്ത് പ്രയാസമില്ല. ഒക്കെ കോയിൽ പാമ്പിന്റെ കിടപ്പ് പോലെ തന്നെയാണത്. ആ ശക്തി ഏതാണ്? നമ്മളിൽ കുടികൊള്ളുന്ന അഗ്നിയുടെ ശക്തി പറയാണ്. അപ്പൊ വെള്ളം മാത്രം പോരാ നമുക്ക്. ആ വെള്ളത്തെ ദഹിപ്പിച്ച് പ്ലാസ്മയാക്കി രക്തത്തിൽ കലർത്തണമെങ്കിൽ ആര് വേണം? അഗ്നിയുടെ സാന്നിധ്യം വേണം.
ആ ബ്ലഡിൽ അഗ്നിയുടെ സാന്നിധ്യമുണ്ടെങ്കിലേ ജീവന് ഈ ശരീരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ജീവന് നിലനിൽക്കാൻ വെള്ളവും ജീവന് പ്രവർത്തിക്കാൻ അഗ്നിയും വേണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതുണ്ടല്ലോ, അഗ്നിയുടെ സാന്നിധ്യം കൊണ്ടാണ്. എന്റെ ശരീരത്തിൽ അഗ്നിയില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ സംസാരിക്കുന്ന സമയത്ത് വേർക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് വേർക്കുന്നത്? ആ അഗ്നി ഉപയോഗിക്കും തോറും ശരീരം ചൂടാവും. ചൂടാവുന്ന സമയത്ത് വേർക്കാൻ തുടങ്ങും. അപ്പൊ ജീവന് നിലനിൽക്കാൻ വെള്ളവും ജീവന് പ്രവർത്തിക്കാൻ അഗ്നിയും. ഇതിന്റെ പ്രതീകമാണ് പാലാഴിയിൽ കിടക്കുന്ന അനന്തന്റെ മുകളിൽ കിടക്കുന്ന ആദിനാരായണ സ്വാമി പ്രിയാണ്. എന്തിനാ കിടത്തിയത് അദ്ദേഹത്തിനെ? ജീവനല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ജീവന്റെ സാന്നിധ്യത്തിൽ മനസ്സാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ രാമായണം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സീതാദേവി പറയുന്നത്, എന്റെ പതിയായ ഭർത്താവിന്റെ അല്ലെങ്കിൽ ശ്രീരാമന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. എല്ലാം ചെയ്യുന്നത് ശ്രീരാമനല്ല, ശ്രീരാമൻ അങ്ങനെ ശയിക്കുകയാണ്. ചെയ്യുന്നതെല്ലാം മനസ്സായിരിക്കുന്ന ഞാനാണ്. നിങ്ങൾക്ക് ഇരുന്ന ഇരിപ്പിൽ നിന്ന് എണീക്കണമെങ്കിൽ, അവിടെ നിന്ന് എണീറ്റ് നടക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിർദ്ദേശം കൊടുക്കണം. മനസ്സ് പറയാതെ നിങ്ങൾക്ക് അവിടെ നിന്ന് എണീക്കാനും സാധ്യമല്ല, നിങ്ങൾക്ക് എണീറ്റ് നടക്കാനും സാധ്യമല്ല. അപ്പൊ ജീവന്റെ സാന്നിധ്യത്തിൽ മനസ്സാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നാരായണൻ എപ്പോഴും കടന്നുകൊണ്ടായിരിക്കണം. മനസ്സിലാവുണ്ടോ ഇതൊക്കെ? അപ്പൊ ഇതൊന്നും ഒരു ഫോട്ടോ നോക്കി തൊഴുത് അവിടെ കുങ്കുമം തൊട്ട്, ഒരു കുങ്കുമം ഇവിടെയും തൊട്ട്, ഇതാണല്ലോ ഇപ്പൊ നമ്മുടെ ഭക്തി, എന്നിട്ട് പോവാനുള്ളതല്ല. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. ആ നാരായണൻ എവിടെയുണ്ട്? ഇപ്പോ ഇവിടെ ഉണ്ട്, എന്റെ കൂടെയുണ്ട്. നാരായണൻ ഇല്ലാതെ എങ്ങനെ എനിക്ക് ഇവിടുന്ന് എണീക്കാൻ പറ്റും? എന്റെ ഈ മനസ്സിന് ഉണരാൻ പറ്റും, മനസ്സിന് പ്രവർത്തിക്കാൻ പറ്റും? ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്തെ കേട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മൾ ഉറപ്പിക്കുമായിരുന്നു, ആത്മനി ഭഗവൽ ഭാവം പശ്യത, സർവഭൂതേഷു ഭഗവൽ ഭാവം പശ്യത. എന്നിലും ഈശ്വരനുണ്ട്, മറ്റുള്ളവരിലും ഈശ്വരനുണ്ട് എന്ന ബോധത്തോടെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ ഇവിടെ മത്സരങ്ങളും പോരും അസൂയയും വിദ്വേഷവും ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ തന്നെ ആകുമായിരുന്നു വൈകുണ്ഠം, ഇവിടെ തന്നെ ആകുമായിരുന്നു സ്വർഗം, എല്ലാം ഇവിടെ ആകുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം അമ്പലത്തിൽ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളെ തൊഴുത് അടുത്ത സ്റ്റെപ്പില് മറ്റവനെ ദ്രോഹിക്കാനുള്ള മനസ്സുമായി ലോകത്തിലുള്ളവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതാവാം ലോകം വഴിതെറ്റിപ്പോയത് എത്രയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് നമുക്ക് ലോകത്തിനോട് കൊടുക്കേണ്ടുന്ന ഒരു സന്ദേശം, നിങ്ങൾ തൊഴുതുപോകുന്നതിന് പകരം അതിനെ മനസ്സിലാക്കിക്കൊണ്ടുപോകൂ, അതിനെ ഗ്രഹിച്ചുകൊണ്ടുപോകൂ. ഒരു ചോദ്യം ചോദിക്കൂ, ഇതെന്തിനെയാണ് കാണിക്കുന്നത്? എന്തിനാണ് ഋഷിമാര് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വച്ചിരിക്കുന്നത്? ഒന്ന് ചോദിച്ചു കൊണ്ടുപോകൂ. അങ്ങനെ നമ്മൾ ലോകത്തിനോട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എല്ലാവരും ഇത് ഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ക്രമേണ നമുക്ക് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറും. എന്താണ്? നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു സർവകലാശാല, യൂണിവേഴ്സിറ്റി, കോളേജായി മാറും. ഇത് അമ്പലം. ഈ ലോകം എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ച കാര്യങ്ങളെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ലാബറട്ടറി ആയി തീരും, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ആയി തീരും. ഒന്ന് തിയറി പഠിക്കാനുള്ള സ്ഥലം, മറ്റൊന്ന് തിയറിയെ പ്രാക്ടീസ് ചെയ്യാനുള്ള, പ്രാക്ടിക്കൽ കാണിക്കാനുള്ള സ്ഥലം. ഇങ്ങനെ ഇത് രണ്ടുമാക്കിക്കൊണ്ട് നമ്മൾ കടന്നുപോയിരുന്നു എങ്കിൽ നമ്മൾ കാരണം മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു, മറ്റൊരാൾ കാരണം നമ്മളും ബുദ്ധിമുട്ടുകളിൽ വീഴില്ലായിരുന്നു. പ്രിയാണ്, ശരിയാണോ പറയുന്നത്? ഇതല്ലേ നമുക്കെന്ന് വേണ്ടത്, അല്ലേ? ഇതൊക്കെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. എനിക്ക് ആവർത്തിച്ച് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികളെ കേവലം തൊഴിപ്പിച്ച് കൊണ്ടുപോകരുത്. നാം തൊഴുന്ന ദേവന്റെ തത്വങ്ങളെ, അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഉൾക്കൊള്ളിപ്പിക്കണം. ഏത് ഭഗവത് ചൈതന്യത്തെയാണോ നീ തൊഴുന്നത്, ആ ഭഗവാൻ ശരിക്കും ഇരിക്കുന്നത് നിന്നിൽ തന്നെയാണ്.
നീ വിഗ്രഹത്തെ തൊഴുതു കഴിഞ്ഞാൽ ഉടനെ തന്നെ കണ്ണടച്ചുകൊണ്ട് പറയണം, ആ വിഗ്രഹത്തിലേക്ക് ചൈതന്യം പകർന്ന് ഏതൊരു വ്യക്തിയാണോ അതേ വ്യക്തിയിലിരിക്കുന്ന ഈശ്വര ചൈതന്യം എന്നിലുമുണ്ട്, എല്ലാവരിലുമുണ്ട്. ചിലർ പറയാറുണ്ട് വിഗ്രഹത്തിന് ശക്തിയില്ലേ എന്ന്. മന്ത്രം ചൊല്ലും തോറും ശക്തിയുണ്ടല്ലോ വിഗ്രഹത്തിന്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ നാമം ചൊല്ലും തോറും ശക്തിയുണ്ടല്ലോ. നിർത്തരുത് അവിടെ നിന്ന്, ഒരു പടിയും കൂടി കടന്ന് ചിന്തിക്കൂ. മന്ത്രം ചൊല്ലി വിഗ്രഹത്തിന് ശക്തിയുണ്ടെങ്കിൽ മന്ത്രം ചൊല്ലുന്നവനോ? മന്ത്രം ചൊല്ലിക്കൊണ്ടൊരു കല്ലിനെ നമുക്ക് ഗുരുവായൂരപ്പനാക്കി ശക്തി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ കല്ലിനേക്കാൾ ശക്തി ആ മന്ത്രം ചൊല്ലുന്നവനില്ലേ? ഇപ്പൊ നമുക്കെന്ത് പറ്റിച്ചാല് മന്ത്രം ചൊല്ലുന്നവന് ശക്തിയില്ല, മന്ത്രം ചൊല്ലി കേട്ട ഒരു വിഗ്രഹത്തിന് ശക്തിയുണ്ടെന്ന് പറയുന്ന നമ്മൾ മൂഢന്മാരല്ലേ? അതുകൊണ്ട് കല്ലിന് ശക്തിയില്ല എന്നൊന്നും പറയണ്ട, കല്ലിനും ശക്തിയുണ്ട്. കല്ലിൽ നിന്നും രൂപങ്ങളെ, ഒരു കല്ലിനെ ഒരു രൂപത്തിലാക്കാൻ പറ്റുമെങ്കിൽ കല്ലിനെ ജീവനുള്ള രൂപത്തിലാക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിന്. ഭക്തൻ വിചാരിച്ചു കഴിഞ്ഞാലല്ലോ കല്ലിൽ നിന്നും രൂപം വരുത്താം. അതാണല്ലോ ഭാഗവതത്തിൽ ഭദ്രകാളിയുടെ പ്രതിമ ഉടഞ്ഞുകൊണ്ട് ഭദ്രകാളി വരുന്നത്. വൃന്ദാവനത്തില്, മധുര വൃന്ദാവനത്തിൽ ബാങ്കി ബിഹാരി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണത്. ആ ക്ഷേത്രത്തിൽ ഗോസ്വാമിമാരാണ് പൂജാരികൾ. നിങ്ങൾ എപ്പോഴും പോയി കഴിഞ്ഞാലല്ലോ ആ ക്ഷേത്രം ഇങ്ങനെ നിങ്ങൾ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ, ക്ഷേത്രത്തിലെ വിഗ്രഹം തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്രത്തിലെ പൂജാരിമാരിങ്ങനെ നട അടയ്ക്കുന്നതിന് പകരം കർട്ടൻ ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ എന്തിനാണത്രേ കർട്ടൻ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അവിടുത്തെ ഒരു ഗോസ്വാമി പറഞ്ഞത്, പണ്ട് ഇവിടെ മീരാബായി വന്നിരുന്നു എന്നാണ്. ഭഗവാന്റെ പരമപ്രിയായ മീരാബായി ഹൃദയമൊരുകിക്കൊണ്ടങ്ങനെ കൃഷ്ണനെ വിളിക്കുന്ന സമയത്ത് കൃഷ്ണൻ ആ വിഗ്രഹത്തിൽ നിന്നും ഇറങ്ങി അവരുടെ പിന്നാലെ പോവുകയാണത്രേ. ഇതൊരു ഗോസ്വാമി കണ്ടു എന്നാണ്. ഭഗവാൻ ഭക്തയായിരിക്കുന്ന മീരാബായിയുടെ പിന്നാലെ ഇറങ്ങാൻ വേണ്ടി തുനിഞ്ഞതും പോയി കണ്ടിട്ട് കളഞ്ഞു, മീരാബായി കാണാണ്ടിരിക്കാൻ. അങ്ങനെ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ പിന്നെ ഇവിടെ ഭഗവാൻ ഉണ്ടാവില്ല. അപ്പൊ മീരാബായി വിളിച്ചപ്പോ ഒരു വിഗ്രഹത്തിൽ നിന്നും ഭഗവാനെ വരുത്താൻ മീരാബായിക്ക് സാധിച്ചത് ആ വിഗ്രഹത്തിനെ പോലും ഉരുക്കാനുള്ള, പ്രേമം കൊണ്ട് ഉരുക്കാനുള്ള ശക്തി തന്നിലുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ ഇത് നല്ലവണ്ണം ഗ്രഹിക്കണം. വിഗ്രഹത്തിനേക്കാൾ ശക്തി, മന്ത്രങ്ങൾ കേട്ട് ശക്തിയുള്ള വിഗ്രഹത്തിനേക്കാൾ ശക്തി മന്ത്രങ്ങൾ ചൊല്ലുന്നവനാണുള്ളത്. നാം എത്ര ശക്തിയിൽ ചൊല്ലുന്നുണ്ടോ അത്രയും ശക്തിയിൽ കല്ലിൽ മാത്രമല്ല ഈശ്വരൻ, സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്ന് പറയും. അപ്പം നമുക്ക് മനസ്സിലാവും ഈ ഉപനിഷത്തുക്കളും വേദങ്ങളും പുരാണങ്ങളും പറയുന്നത് ശരിയാണ്. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശമുച്യതേ, സ്ഥാവരം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയം ജഗത്. അങ്ങനെയാണോ പറഞ്ഞത്? വിഗ്രഹം വിഷ്ണുമയം ജഗത് എന്നല്ലല്ലോ പറഞ്ഞത്, സർവം വിഷ്ണുമയം ജഗത്. ആ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം, എന്നാലേ നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ. രാമരാവണ യുദ്ധത്തിന്റെ തീവ്രതയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. രാവണൻ തന്നെ സൈന്യങ്ങളെ നേതൃത്വം കൊടുത്തുകൊണ്ട് പുറപ്പെട്ടു. രാവണന്റെ നേതൃത്വത്തിലുള്ള സൈന്യങ്ങളെ കണ്ടപ്പോ വിഭീഷണൻ ശ്രീരാമസ്വാമിക്ക് ഓരോന്നോരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ രാക്ഷസൻ ഇന്നവനാണ്, ഇയാൾ ഇന്നവനാണ്, ഇയാൾ ഇന്നവനാണ്. ശ്രീരാമസ്വാമി ആദ്യമായിട്ട് രാവണനെ കാണുകയാണ്. നല്ലവണ്ണം കിരീടവും അലങ്കാരങ്ങളൊക്കെ ചെയ്ത് രാവണനെ കണ്ടപ്പോ ശ്രീരാമസ്വാമിക്ക് തോന്നി, തരക്കടില്ല എന്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയവന്, ആളിത്തിരി കേവനൊക്കെയാണെന്ന്. എന്നാ ഇയാൾക്ക് സ്ഥിരമായിട്ട് എടുത്തുകൂടായിരുന്നില്ലേ? ഏതായാലും ശ്രീരാമസ്വാമി അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഇന്നിപ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. ഒരാളുടെ ഭാര്യയെ തീവ്രവാദികൾ കട്ടുകൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് ഭീഷണി അയച്ചു. 1,00,000 രൂപ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ ഞങ്ങൾ കൊല്ലുമെന്ന്. ഉടനെ തന്നെ ഇവരുടെ ഫോണിൽ ഇയാളെ തിരിച്ചു വിളിച്ചിട്ട് പറയാണ്, 2,00,000 തരാം, ഇങ്ങോട്ട് അയക്കേ വേണ്ടാന്ന്. 1,00,000 ആക്കണ്ട, 2,00,000 അങ്ങോട്ട് തരാമെന്ന്. ഇനി മേലാൽ ഇങ്ങോട്ട് അയക്കണ്ട. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രീരാമസ്വാമി രാവണനെ നോക്കി സീതയെ കട്ടുകൊണ്ടുപോയാൽ അഴകനാണ്, കേമനാണ്, തരക്കടൊന്നുമില്ല, പക്ഷെ കയ്യിലിരിപ്പ് ശരിയില്ല. അതുകൊണ്ട് ഇവനോട് യുദ്ധം ചെയ്യണം. അവിടുന്ന് അങ്ങോട്ട് യുദ്ധം തുടങ്ങി. ഹനുമാൻ സ്വാമി ഓടിച്ചു ഒന്ന് കൊടുത്തു. അന്ന് കൊടുക്കാൻ കാത്തിരുന്ന, കൊടുക്കാൻ പറ്റിയില്ല.
കിട്ടിയ ചാൻസ് വെച്ച് കൊടുത്തു. പിന്നെ വാനരന്മാരെ ഓരോന്നെടുത്ത് എറിയലും. പക്ഷെ അസ്ത്രവിദ്യയിൽ നല്ല കഴിവുള്ളവനായിരുന്നു രാവണൻ. രാവണൻ യുദ്ധം ചെയ്ത് ശ്രീരാമസ്വാമിയോട് ഒന്ന് തോറ്റു, തളർന്നുപോയി. തളർന്ന രാവണനെ നോക്കിക്കൊണ്ട് ശ്രീരാമസ്വാമി പറയാണ്, രാവണ, നീ തളർന്നിരിക്കുന്നു, പോയി വിശ്രമിച്ചിട്ട് വരൂ എന്ന്. നിങ്ങൾക്ക് ഭാരതത്തിൽ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുള്ളൂ. തന്റെ ശത്രു തളർന്നാൽ കൊല്ലുന്നതിന് പകരം വിശ്രമിക്കാൻ പറയുന്നൊരു സംസ്കാരം നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു. നമ്മുടെ ഭാരതീയരുടെ സഹനശക്തിയാണ് മറ്റുള്ളവർ ചൂഷണം ചെയ്തത്. ഇന്നിപ്പോ അതുകൊണ്ട് നമുക്ക് സഹനശക്തി ഇല്ലാതെയിരിക്കണം. കാരണം കൂടുതൽ സഹനം ചെയ്യുന്തോറും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുഗളന്മാര് പണ്ട് ഒരു വിശ്വപ്രസിദ്ധ രാജാവായിരുന്നു. കണ്ണുകൾ ചൂഴ്ന്നെടുത്തൊരു രാജാവിന്റെ കഥ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? പൃഥ്വിരാജ് മഹാരാജ്. അദ്ദേഹത്തിന് മുഹമ്മദ് ഗോറിയായിട്ടുള്ള യുദ്ധത്തിൽ 16 വട്ടം ഏറ്റ മുഹമ്മദ് ഗോറിക്ക് അയാൾ മാപ്പ് കൊടുത്തു എന്നാണ്. മുഹമ്മദ് ഗോറിയായിട്ടുള്ള യുദ്ധം പൃഥ്വിരാജ് ജയിച്ചപ്പോ, എന്നാൽ പൃഥ്വിരാജുവിന്റെ മന്ത്രി പൃഥ്വിരാജിനെ ഒറ്റിക്കൊടുക്കുകയാണ്. ഒറ്റിക്കൊടുത്ത ഫസ്റ്റ് ഡേ തന്നെ കണ്ണുകൾ ചുഴന്നെടുത്തു എന്നാണ്. അപ്പൊ നോക്കൂ, നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരവും മറ്റ് സംസ്കാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഭാരത സംസ്കാരം പഠിപ്പിക്കുന്നത് മറ്റുള്ളവര് തെറ്റ് ചെയ്താൽ അതിനെ ക്ഷമിക്കണം എന്നാണ്. ഈ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് രാമായണത്തിലൊക്കെയുള്ള ഈ സംസ്കാരം ഉണ്ടല്ലോ, ശത്രുവിനോട് പോലും ക്ഷമ കാണിക്കുന്ന സംസ്കാരം. ഈ സംസ്കാരം ഉൾക്കൊണ്ട ഒരു മഹാത്മാവായിരുന്നു മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആയുധമില്ലാതെ ലോകത്തിലെങ്ങും സഞ്ചരിക്കാൻ സാധിച്ചത്. ഇന്നിപ്പോ യുനെസ്കോ ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, ലോകം മുഴുവൻ ഭീഷണിയുടെ വക്കിലാണ്. ഇപ്പോ ഏത് തരത്തിലുള്ള യുദ്ധം ചെയ്താലാണ് പെട്ടെന്നൊരു രാഷ്ട്രത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രത്തിൽ കണ്ടു, സാറ്റലൈറ്റിനെ നശിപ്പിച്ചുകൊണ്ടൊക്കെ യുദ്ധം ചെയ്യാനുള്ള ടെക്നോളജിക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അമേരിക്കയിലൊക്കെ അങ്ങനെ ചിന്തകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് നല്ലൊരു പങ്കും ലോകം നശിപ്പിക്കുന്ന ആയുധങ്ങളെ കണ്ടുപിടിക്കാനാണ് ഗവേഷണം ചെയ്യുന്നത്. എല്ലാ മനുഷ്യ മനസ്സും സഹനശക്തിയും ക്ഷമയും അങ്ങനെ ഒരു കാര്യത്തിലാണ് ഗവേഷണം ചെയ്യുന്നതെങ്കിൽ യുദ്ധത്തിന്റെ തന്നെ ആവശ്യം ലോകത്തിൽ ഉണ്ടാവില്ല. യുദ്ധം ചെയ്തൊരു ലോകത്തെ നശിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാവരും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുന്നൊരു ജീവിതം. ലോകത്തിൽ ഒരു ഹിസ്റ്ററിയിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല, ഒരു ലിറ്ററേച്ചറിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല, മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, എല്ലാവരും ഒന്നിച്ച് ഐക്യത്തോടെ സ്നേഹത്തോടെ സഹകരണത്തോടെ ക്ഷമയോടെ സഹനശക്തിയോടെ ജീവിക്കുന്ന ഒരു ജീവിതം. അത് കാഴ്ചവെച്ചത് ഭാരതത്തിലുള്ള ആചാര്യന്മാർ മാത്രമാണ്, അല്ലെ ഇവിടുത്തെ രാജാക്കന്മാരാണ്. എങ്ങനെയാണ് ഈ എല്ലാവർക്കും ഒന്നിക്കാൻ സാധിക്കുക? നമ്മുടെ കേരളത്തില് തൃശ്ശൂരിൽ ഒരു കുഞ്ഞുണ്ണി മാഷുണ്ടായിരുന്നു, കുട്ടികളുടെ കവിയാണ് അദ്ദേഹം. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കവിത എഴുതി. അതിൽ അദ്ദേഹം പറയും, ഒന്നെന്നെങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, വളവും വേണ്ട ചെരിവും വേണ്ട കുറിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര, ഒന്നായാൽ നന്നായി നന്നായാൽ ഒന്നായി. ഇത്രയുള്ളൂ. അത് കുട്ടിക്കവിതകൾ എഴുതും അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഒന്നാവാനുള്ള വഴി പറയുന്നത് എല്ലാവരും നന്നാവലാണ്. എല്ലാവരും നന്നായാൽ എല്ലാവരും ഒന്നായി. അതിന് പകരം, നന്നാവുന്നതിന് പകരം മറ്റൊരാളെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാവുന്നത്. കല്യാണം കഴിയുന്ന സമയത്ത് ഭാര്യ വിചാരിക്കും ഇദ്ദേഹത്തിനെ ഒന്ന് നേരെയാക്കണമെന്ന്. ഭർത്താവ് തന്നെ വിചാരിക്കുക എന്റെ ഭാര്യയെ ഒന്ന് പറഞ്ഞ് നേരെയാക്കണമെന്ന്. അങ്ങനെ ഭർത്താവ് ഭാര്യയെ നേരെയാക്കാൻ നോക്കും, ഭാര്യ ഭർത്താവിനെ നേരെയാക്കാൻ നോക്കും. ഒരു 2-3 വർഷം കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെയാക്കണ്ട. അപ്പോഴേക്കും അവർക്ക് കുട്ടി ജനിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിയെ നേരെയാക്കാന്ന്. അതിനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ച് കുറച്ചു കാലമൊക്കെ പാവം വൃത്തിയില്ലല്ലോ, അത് എസ് ഓർ എന്നോ എന്നൊക്കെ പറഞ്ഞ് നടക്കും. അതിനും ഒരു ബുദ്ധിയൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതും പറയും നിങ്ങളെ നന്നാവണില്ലേ, പിന്നെയുണ്ടോ ഞങ്ങളെ നന്നാക്കണമെന്ന്. അതും നേരെയതില്ല. എന്നാലും അച്ഛനും അമ്മയും ഹോപ്പ് വിടില്ല. ഇനി എന്ത് ചെയ്യാം, അടുത്ത വീട്ടിലെ കുട്ടിയെ നേരെയാക്കാം.
കാരണം ഇവർക്ക് ഒരേ ഒരു പ്രതിജ്ഞയുള്ളൂ, ആരെങ്കിലും ഒന്ന് നേരെയാക്കിയിട്ട് വേണം പോവാൻ. നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, മറ്റൊരാളെ അല്ല നേരെയാക്കേണ്ടത്, അവനവൻ നേരെയാക്കിയാൽ, എല്ലാവരും അവരവരെ നേരെയാക്കിയാൽ ലോകം നന്നായി. അല്ലേ? ശരിയല്ലേ? ഒരിക്കലും ജിയോഗ്രഫി ക്ലാസ്സിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടീച്ചർ IQ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പഴയ ഒരു വേൾഡ് മാപ്പ് എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് ടീച്ചർ തന്നെ വേൾഡ് മാപ്പിനെ നന്നായി ചെറുതായി കീറി തുണ്ടാക്കി ടീച്ചർ ക്ലാസ്സിൽ നിലത്തിട്ടു. എന്നിട്ട് കുട്ടികളോട് ചോദിക്കുകയാണ്, ഹൂ ക്യാൻ റീസെറ്റ് ഇറ്റ് എന്ന്. കുട്ടികളൊക്കെ ചാടി പുറപ്പെട്ടു. കുട്ടികൾക്ക് എപ്പോഴും ഉത്സാഹം ഉണ്ടാവുമല്ലോ. ഇന്ത്യയുടെ മാപ്പന്നെ കാശ്മീരി ചിലപ്പം ചേർത്തണ്ടേ എന്നൊക്കെയുള്ള പ്രശ്നമുള്ളതാണ് നമ്മുടെ നാട്. വേൾഡ് മാപ്പ് ഉണ്ടോ നേരെയാക്കാൻ പറ്റണോ? കാരണം ഏത് തുണ്ടിലാ എവിടെ എന്താ വരിക എന്നുള്ള വളരെ പ്രയാസം കണ്ടുപിടിക്കാൻ. ഒരു കുട്ടി, വളരെ ബുദ്ധിമാനായ കുട്ടി, അവൻ നോക്കുമ്പോ ഈ വേൾഡ് മാപ്പിന്റെ പുറകില് ഒരു കണ്ണടയുടെ ചെറിയൊരു ചിത്രം. അപ്പൊ നോക്കുമ്പോ ഗാന്ധിജിയുടെ കണ്ണട പോലെ കുട്ടിക്ക് തോന്നി. ഉടനെ കുട്ടിയുടെ മനസ്സ് പറഞ്ഞു, വേൾഡ് മാപ്പ് സെറ്റ് ചെയ്യണേക്കാൾ എളുപ്പം ഇതിന്റെ പുറകിലുള്ള ചിത്രം ആരുടെ വെച്ചാൽ അത് സെറ്റ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ കുട്ടി എല്ലാം മറച്ചിട്ട് ചിത്രം സെറ്റ് ചെയ്തു. അപ്പൊ ഗാന്ധിജിയുടെ ചിത്രമാണ്, ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് അവരാണ് ആ മാപ്പ് ഇറക്കിയിരിക്കുന്നത്. എന്നിട്ട് കുട്ടിയെല്ലാം കമിഴ്ത്തിയിട്ടപ്പോ തല നേരെയപ്പോ മാപ്പും സെറ്റായി. ഉടനെ ടീച്ചർ ചോദിച്ചു, കുട്ടിക്ക് എന്താ മനസ്സിലായത് എന്ന്. ഉടനെ കുട്ടി പറയാണ്, ഗാന്ധിജിയുടെ തല നേരെയാൽ വേൾഡ് നേരെയെന്ന്. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്റെ തല നേരെയിൽ നല്ല പറയുക, വേറൊരാളുടെ തല നേരെയാൽ വേൾഡ് നന്നായി എന്നാണ്. ഇതാണ് ഇപ്പൊ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരും മതം പ്രചരിപ്പിക്കുന്നവരെല്ലാം നിങ്ങളുടെ തല നേരെയാൽ ലോകം നന്നായിരുന്നു. നമ്മൾ പറയേണ്ടത് എന്റെ തല നേരെയായാൽ ലോകം നേരെയില്ല. ഇങ്ങനെ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യണം, ഞാൻ നേരെയായാൽ ലോകം നന്നായി. ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ലോകത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ വഴിയില്ല. ഇതാണ് രാവണനോട് കാണിക്കുന്ന ശ്രീരാമസ്വാമിയുടെ അനുകമ്പ. പോയി വിശ്രമിച്ചിട്ട് വരൂ. രാവണനാകെ ഒരു ജാള്യത തോന്നി. ഇത്ര ശക്തനായ ഞാൻ ഒന്ന് തോറ്റുകൊടുത്തല്ലോ എന്ന്. പോവാണ് രാവണൻ. അതിനുശേഷം കുംഭകർണനെ വിളിച്ചുണർത്താൻ ഏർപ്പാട് ചെയ്തു. കുംഭകർണനാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങ. അയാളുടെ 6 മാസം സീസൺ നടക്കണമല്ലോ ഉറക്കത്തിന്റെ. വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു, എന്നിട്ടൊന്നും എണീക്കുന്നില്ല. ആനകളെ കൊണ്ടുവന്ന് മീശ വലിപ്പിച്ചു നോക്കിയെന്നാണ്. ഭയങ്കരം തന്നെ. എന്തൊക്കെ ഇന്നത്തെ കാലത്താണെങ്കിൽ ക്രെയിനൊക്കെ കൊണ്ടുവന്ന് നോക്കിയിരുന്നു, GVC ഒക്കെ വെച്ചിട്ട് വലിച്ചു നോക്കിയിരുന്നു. എങ്ങനെയൊക്കെ എണീപ്പിച്ചിട്ട് എണീക്കണില്ല. അവസാനം മദ്യവും രക്തമൊക്കെ വാസനിപ്പിച്ചു കൊടുത്തു എന്ന് എണീറ്റ് വന്നു. എന്നിട്ട് പിന്നെ നേരെ പല്ല് തെച്ചു അറിയില്ല, രാവണന് പോയിട്ടൊരു ഉപദേശം കൊടുത്തു. രാവണ, നിന്റെ അധർമ്മം കൊണ്ടാണ് ഈ കുലം നശിക്കാൻ പോകുന്നത്. നിനക്കറിയാം രാമൻ കേവലം സാധാരണക്കാരനല്ല, എന്നിട്ടും നീ ആത്മനാശം വരുത്തി. നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നല്ലതെന്താണെന്നറിയാത്തവൻ നല്ലതെന്താണെന്ന് ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ അത് കേട്ടൊന്ന് ചിന്തിച്ച് ജീവിച്ചാൽ എത്ര വിപത്തുക്കൾ ഒഴിവാക്കാം.